കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടേ തിരൂര് ലീഗ് ഓഫീസിൽ വെച്ചിട്ടേ ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്നതിന് മുന്നേ ആളുകളെല്ലാവരും കൂടി അവിടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങാണ്. ലീഗിന്റെ ഓഫീസാണെന്ന് ഓർക്കണം കേട്ടോ, ഇവിടുത്തെ മതേതര ലീഗ് പ്രാർത്ഥന നടക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധപ്പെട്ടു. അപ്പോൾ ഞാനത് ഇവിടെ പോസ്റ്റ് കണ്ടപ്പോൾ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടു. ആ കമന്റ് ഞാൻ ഇട്ടത് എന്താണ്, അതായത് ആ പ്രാർത്ഥിക്കുന്ന അറബിയിലാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന സാധനം പച്ചയായ വർഗീയതയാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ വലിയ സംഭവമാക്കണം, ബാക്കി കാഫറുകളൊക്കെ തലണം കൊല്ലണം എന്ന് പറയുന്ന രീതിയിലൊരു സാധനമാണ് ഈ പറയുന്നത് എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഉസ്താദുമാരായിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അത് ആരിഫിന്റെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട്. അന്ന് പിന്നെ അത് കാര്യം ഒന്ന് വ്യക്തമാക്കിയിട്ട് പോകല്ലേ അതിൻ്റെ ഒരു ശരി. അത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചത് അത് പറഞ്ഞിട്ട് കേട്ടിട്ട് പോയാൽ മതി, അർത്ഥം പറഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ എന്താണ് പ്രാർത്ഥിച്ചത്? കുറെ സാധനങ്ങൾ പറഞ്ഞല്ലോ, അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു 3 സാധനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഒന്നും കൂടി ഒന്ന് പറയാം. അല്ലാഹുമ്മ ഇസ്ലാം ഇസ്ലാം വൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഇസ്സത്ത്, അത് അവരുടെ ആ ഒരു നില അത് ഒന്ന് മെച്ചപ്പെടുത്തണമേ, അത് ഉയർത്തണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. പിന്നെ അവിടെ പറഞ്ഞത് വാദിൽ ഷിർക്ക് വൽ മുശ്രിക്കീൻ എന്നിട്ടപ്പോൾ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അതായത് ഷിർക്ക് മുശ്രിക്കീങ്ങൾ, അതായത് നമ്മൾ കാഫിറുകൾ, അതായത് ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകൾ, അവരെ നശിപ്പിക്കണമേ, അവരെ നാണം കെടുത്തണമേ, ഇതല്ല ഇവിടെ പ്രാർത്ഥിച്ചത്. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅഅദാഅദ്ദീൻ എന്ന് വെച്ചാൽ അതായത് ഞങ്ങളുടെയും ഇസ്ലാമിന്റെയും ശത്രുക്കളെ നശിപ്പിക്കണമെന്ന്. ഈ പറഞ്ഞ സാധനത്തിന്റെ അർത്ഥം ഇനി ഉസ്താദ് പറയും. ഒന്നാന്തര ഉസ്താദാണെന്നുണ്ടെങ്കിൽ ഉസ്താദ് അതിൻ്റെ അർത്ഥം പറയും, എന്നിട്ട് ഇവിടുന്ന് പോവുള്ളൂ. തീർച്ചയായും പറഞ്ഞു കൊടുക്കാലോ. കള്ളങ്ങൾ പ്രചരിപ്പിക്കുക, വാക്കുകൾ വളച്ചൊടിക്കുക, ദുർവ്യാഖ്യാനം നടത്തുക, വ്യക്തിഹത്യ നടത്തുക, ഇവകളൊക്കെയും സ്വതന്ത്ര ചിന്തകരെന്ന ലേബലിൽ പ്രചരിപ്പിക്കുന്ന ആരിഫ് ഹുസൈനെ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅഅദാഅദ്ദീൻ എന്നത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ നില മെച്ചപ്പെടുത്തി കൊടുക്കണമെന്നും ബഹുദൈവ വിശ്വാസികളായ ആളുകളെ നാണം കെടുത്തണമെന്നും പരാജയപ്പെടുത്തണമെന്നും ആണ് അർത്ഥമെന്ന ദുർവ്യാഖ്യാനം നടത്തിയവനെ. അങ്ങനെയല്ല അർത്ഥം. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, തീർച്ചയായും മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത്, അഭിമാനം അത് വർദ്ധിപ്പിച്ചു നൽകണമേ എന്നാണ്. എന്നിട്ട് ശേഷം ആ വരികളോട് ബന്ധപ്പെടുത്തി തന്നെയാണ് അടുത്ത വരി വഅദില്ല എന്നാണ്. ഈ ആൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പോലെയാണ്. അതായത് ആ ആശയത്തോട് ബന്ധപ്പെട്ടു കിടക്കുന്ന അടുത്തൊരു പ്രാർത്ഥനയാണ് വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അൽ മുശ്രിക്കീൻ എന്നാണ് അവിടുത്തെ ഉപയോഗം. ഇനി പറഞ്ഞു തരാം. അതില്ല എന്ന് പറഞ്ഞാൽ നാണം കെടുത്തുക അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തുക എന്നതല്ല അർത്ഥം. അവിടെയുള്ള അർത്ഥം ആ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളെ പരാജയപ്പെടുത്തുക. അതായത് ബഹുദൈവ വിശ്വാസികളെ പരാജയപ്പെടുത്തുക എന്നല്ല. ആരെയാണ് പരാജയപ്പെടുത്തേണ്ടത്? മുസ്ലിമീങ്ങളുടെ അഭിമാനത്തിന് ക്ഷതം നൽകുന്ന ആളുകളുടെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുക എന്നതാണ് അർത്ഥം. അപ്പോൾ അവിടെ അൽ മുശ്രിക്കീൻ എന്ന് കൊടുത്ത ആ അലിഫ്ലാം ഉണ്ടല്ലോ, അത് ചുമ്മാ കൊണ്ടേ കൊടുത്തേക്കണതല്ല പൊന്നുമോനെ. അവിടെ വഅദില്ല എന്ന് പറഞ്ഞെടുത്തു നൽകിയിരിക്കുന്ന വാവ് അത് ചുമ്മാതെ നൽകിയിരിക്കുന്നതല്ല. പിന്നെ പദങ്ങളെക്കുറിച്ചറിയാതെ, വാക്കുകളെക്കുറിച്ചറിയാതെ, അതിൻ്റെ ഉപയോഗ അർത്ഥം അറിയാതെ ഒരു പദം പല അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒരേ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ, ഇത് എല്ലാ ഭാഷയിലും ഉള്ളതാണ്. നമുക്ക് ആവശ്യമായ വണ്ണം വാക്കുകളെ വളച്ചൊടിക്കുക അത് നിന്റെ സ്വഭാവമാണ്. ഇതിനൊക്കെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ ആളുകളും ഭ്രാന്തന്മാരാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അന്ധമായ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന, ദുരാചാരത്തിൽ കഴിയുന്ന ആളുകളെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അതല്ലാത്ത ആളുകൾ ഭ്രാന്തന്മാരാണ് എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നിന്നെപ്പോലെയുള്ള ആളുകൾ പറയും. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളോട് പറയുകയാണ്, ഒരു അനുസരണയില്ലാത്ത വിദ്യാർത്ഥികളാണ് ഈ വർഷം എൻ്റെ ക്ലാസ്സിലുള്ളത്. എന്നാൽ ആ ക്ലാസ്സിൽ വളരെ അനുസരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാകാം. എന്നാൽ അവരെ മോശപ്പെടുത്തി എന്നവരൊരു വാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ നിലയിലല്ലേ നീ പറയുന്നത്. ഇനി നിനക്ക് കുറച്ചുകൂടി തിരിയുന്ന നിലയിലാണെങ്കിൽ പറഞ്ഞുതരാം. നീ ഇങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രായമായ മനുഷ്യനെ കാണുന്നു. അപ്പോൾ നീ അയാളുടെ പ്രായത്തെയും അയാളുടെ അറിവിനെയും ബഹുമാനിക്കാതെ സംസാരിച്ചപ്പോൾ നീ പോയി നിന്റെ തന്തമാരോട് ചോദിക്കടാ ഞാൻ ആരാണ് എന്ന്. അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായും നിന്റെ രീതി അനുസരിച്ച് ഒരു പദത്തിന് ഒരർത്ഥമേ ഉള്ളൂ എങ്കിൽ ആ പദത്തിൻ്റെ അർത്ഥം നിനക്ക് പല തന്തയുണ്ടെന്നാണ്. നിനക്ക് പല തന്തയ്ക്ക് ജനിച്ചവനാണ് എന്ന് നീ അർത്ഥം വെക്കും. സ്വാഭാവികമാണത്. എന്നാൽ യഥാർത്ഥത്തിൽ ആ പ്രായമായ മനുഷ്യൻ നിന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ? നിന്റെ വാപ്പ, നിന്റെ ഉപ്പാപ്പ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പോയി ചോദിക്കുക, ഞാൻ ആരാണെന്ന് അവർ പറഞ്ഞു തരും എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ വാക്കുകളെ മനസ്സിലാക്കാതിൻ്റെ വളച്ചൊടിക്കലും ദുർവ്യാഖ്യാനം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ട് നീ മുമ്പ് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് തിരികെ വെച്ചോ. കുറേ സ്ഥലം കാണുമല്ലോ. ടാറ്റാ.